ഗായ്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖല്ലേ? ഞാനും ബേബീസും സുഖമായിട്ടിരിക്കുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് 1.5 months ആയി. അപ്പൊ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പൊ വല്ലപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് കയറുന്നുണ്ട്, അതൊരു വ്ലോഗ് ആക്കിയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചു. കുറെ നാളായി ഓൺ വോയിസ് വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അതിനുള്ള ധൈര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ഓൺ വോയിസ് ലോങ് വീഡിയോ ആയിട്ട് എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. പ്രഗ്നൻസിയുടെ ടൈമിൽ ഞാൻ ക്രാബ് അധികം കഴിക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനത് കഴിക്കാൻ നിന്നിട്ടില്ല. ഇപ്പം ഡെലിവറി കഴിഞ്ഞു, ഓക്കെയാണ്, ബേബീസ് ഓക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മിജു ഇന്നലെ വരുമ്പോൾ ക്രാബ് വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് കുക്ക് ചെയ്യണ ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്താലോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യണത്. അതിലെന്തെങ്കിലും തെറ്റോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ കുക്കിംഗ്. കുക്ക് ചെയ്യണേക്കാട്ട് മുമ്പ് ഞാൻ ബേബീസിനെ ഉറക്കിയിട്ടാണ് വന്നത്. അവരെങ്ങനെയാണോ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വരാം. രണ്ടുപേരും നല്ല ഉറക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് അമ്മച്ചിയുണ്ട്, അമ്മച്ചി ഇരുന്ന് TV കാണാന്. ഇന്നത്തെ വെതർ എന്ന് പറയണത് ഇത്തിരി ക്ലൗഡി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തിരി തണുപ്പുണ്ട്. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പണിപ്പുര ഇന്നത്തെ കിച്ചൺ. ഞാൻ ക്രാബ് കുറെ പ്രാവശ്യം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കുറെ നാളായി കുക്ക് ചെയ്തിട്ട് അത് എന്താവും ഇങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് വി ക്യാൻ ട്രൈ. അത്രയേ ഞാൻ പറയണുള്ളൂ. റെസിപ്പി എന്ന് പറയണത് നമ്മുടെ യൂട്യൂബ് റെസിപ്പിയാണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. കീണേക്കാട്ട് മുമ്പ് ഇതൊക്കെ ഇത്തിരി നിർബന്ധം തോന്നുന്നു. ഇതാണ് നമ്മുടെ ക്രാബ്. റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, നമുക്കിത് കട്ട് ചെയ്യണം. കാരണം ഇത്രയും വലിയ പീസായിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ ക്രാബ് നന്നാക്കി കഴിഞ്ഞ് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രാബ് വാങ്ങാൻ കാരണം അമ്മച്ചിക്ക് ഞാൻ അങ്ങനെ കുക്ക് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. അമ്മച്ചി ക്രാബ് ആകെ കൂടി 1 പ്രാവശ്യം 2 പ്രാവശ്യം കൂടെ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാഗ്രഹം, ഞാനായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. അപ്പൊ നമുക്ക് അഭിപ്രായം നോക്കാം. സബോള അരിയണോണ്ടേ കണ്ണ് ഭയങ്കര രീതിയിലുള്ള സബോള പറ്റില്ലേ. അറിയാം, പണിയെടുക്കാണ്ട് വല്ലപ്പോഴും പണിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഈ എരിയില്ലാത്ത സബോള എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാവോ? ഏത് സബോള ഇരുന്നാലും എൻ്റെ കണ്ണീന്ന് വെള്ളം വരാണ്ടിരിക്കില്ല. ഇത്രയധികം കണ്ണുനീര് എവിടെ ഇരിക്കണേന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയാ കുക്ക് ചെയ്യല് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്യാമറമാൻ ഒരാളിനെ കിട്ടുമെന്ന് നോക്കായിരുന്നു. നമ്മുടെ അച്ഛമ്മ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോ ഒരു സുഖല്ലേ, അതുകൊണ്ട്. അപ്പൊ നമ്മുടെ ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. അച്ഛമ്മോനെ വിളിച്ചു വരുത്തിയേക്കണതാണ്, ഞാൻ നാട്ടിൽ നിന്ന് ഇറക്കിയേക്കണതാണ്. ഇപ്പതേ വീഡിയോ എടുത്തു കൊടുക്കാൻ പോണ്. അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാതും റെഡി ആയിട്ടുണ്ട്. സബോള, തക്കാളി, പച്ചമുളക് പൊടികളെല്ലാതും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീവ്സ്, പിന്നെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ക്രാബ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ കോസ്കോന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ കേട്ടോ, പ്യുവർ 100% കോക്കനട്ട് ഓയിലാണ്. ഒരു 8 പൗണ്ട് 9 പൗണ്ടൊക്കെ വരുന്നുള്ളൂ. പക്ഷെ 2.5 ലിറ്റേഴ്സ് അങ്ങോട്ട് കോക്കനട്ട് ഓയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങാറ്. ഇപ്പൊ അമ്മച്ചി വന്നപ്പോൾ കൂടുതൽ ഇതാണ്. അല്ലെങ്കിൽ ഞങ്ങള് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ്. അധികം കുക്കിംഗ് ഒന്നും വരാറില്ലല്ലോ. നാട്ടിലത്തെ പോലെ കുക്കിംഗ് എല്ലാതും ചെയ്യുന്നത് അമ്മച്ചി മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് സംഭവം ഇത് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ കട്ടിയായിട്ടാണ് കിട്ടുക. ഇതിലിടുമ്പോ അലിഞ്ഞു പോകും.
അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ സബോളയും പിന്നെ പച്ചമുളക് കേട്ടോ ഇടേണ്ടത്. അതിന്റെ ഇടയിൽ 2-3 തക്കാളി വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇടുമ്പോ അറിയാണ്ട് വരുന്നതാണ്. മുഴുവൻ ഇടണ്ട പക്ഷെ. അമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് സബോള വാടാൻ വേണ്ടിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതിന്ന്. അപ്പൊ ഞാൻ ഫസ്റ്റിലെ എപ്പോഴും അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കും. ഇതിന്റെ കണക്കൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ എന്റെ കൈയനുസരിച്ച് ഞാൻ ഇങ്ങനെ ഇട്ട് പോകാറാണ് പതിവ്. ക്യാമറമാന് പിള്ളേര് സെറ്റാണ്. ഉറങ്ങിക്കൊണ്ടിരിക്ക. നല്ല വെയിലടച്ചോ. ഇവിടൊക്കെ വല്ലപ്പോഴായി വെയിലൊക്കെ കാണുള്ളൂ കേട്ടോ. സത്യം കാണുമ്പോ വന്നിട്ട് വെയിൽ ഇത്തിരി കൊണ്ട് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി എങ്കിലും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നന്നായിട്ട് സോപ്പ് ചെയ്യാം. എനിക്ക് തക്കാളി ഇടാം. കുറെ പേര് പൗഡേഴ്സ് അല്ലാതെ ഇട്ട് കഴിഞ്ഞിട്ട് തക്കാളി ഇടുന്നവരുണ്ട്. ഞാൻ എപ്പോഴും തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് പൗഡേഴ്സ് ഇടാതെ പതിവ്. അപ്പൊ ഇത് കുറച്ചൊന്ന് വാടി കഴിയുമ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഈ വേപ്പിന്റെ ഇലയും കൂടി ഇടാം. ഇത് ഇവിടെ വേപ്പിന്റെ ഇല വാങ്ങാൻ കിട്ടും. ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഒരു ടെക്സ്ചർ മാറിയ പോലെയാവും, ബട്ട് ഇത് നല്ലതായിരിക്കും. ഫ്ലേവറും അതുപോലെ തന്നെ ആരോമാറ്റിക് ആണ് ഓൾറെഡി. നമ്മൾ നല്ല രീതിയിൽ ഇതിങ്ങനെ സോട്ട് ചെയ്ത് എടുക്കണം. സോട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ കൂട്ട് എന്താണോ അതിന്റെയാണ് ഞാൻ ഈ റോസ്റ്റ് ക്രാബ് റോസ്റ്റിന് യൂസ് ചെയ്യണത്. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ആ ക്രാബിന്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുമ്പോ ഇത് ക്രാബ് റോസ്റ്റ് ആവും. വെരി സിമ്പിൾ. ഇനി നമുക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് വാടി കിട്ടണം കേട്ടോ. വാടി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അതില് മുളകും എല്ലാതും മൊരിഞ്ഞ് കിട്ടണം. ആ മൊരിഞ്ഞതിന്റെ സ്മെല്ല് നമുക്ക് കിട്ടുമ്പോ തന്നെ മനസ്സിലാവും നന്നായിട്ട് മൊരിഞ്ഞു. ഇനി നമുക്ക് ഗരം മസാല ഇടാം. ഇത് ഡബിൾ കളർ ആയിട്ടിരിക്കുന്നത് ഇത് പുതിയത് പൊടിച്ചതും ഇത് പഴയതും അതുകൊണ്ടാട്ടോ. ഇപ്പൊ സ്മെല്ല് വരുന്നത് ചിക്കൻ കറി ഇങ്ങനെയാണ് വെക്കണേ അതിന്റെ സ്മെല്ലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ക്രാബ് ഇടുമ്പോ അതിന്റെ ഫ്ലേവർ ഇറങ്ങുമ്പോ ആ ക്രാബിന്റെ സ്മെല്ലും കൂടി ആവുമ്പോ ഇത് വേറെ ലെവല്. ഇങ്ങനെ തന്നെയാണോ ക്രാബ് കറി വെക്കുക എന്നുള്ളത് എനിക്കറിയില്ല. യൂട്യൂബിൽ 2-3 പ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇത് സെയിം എന്നെ 2-3 പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതിപ്പോ കളർ മാറിയിട്ടുണ്ടാവും. നല്ല രീതിയിൽ നമ്മളിങ്ങനെ വഴറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് ഇങ്ങനെ വരും. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരാം. നമുക്ക് നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിന്റെയും. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്രാബിനെ നമുക്ക് ഇതിലേക്കിടാം. ഇതിപ്പോ ബ്ലൂ കളർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിനി വെന്ത് വരുമ്പോ ഒരു ഓറഞ്ച് ഒരു റെഡ് കളറായിട്ട് മാറും. നമുക്ക് കാണിച്ചു തരാട്ടോ ഞാനത്. ഇത് നമുക്ക് എല്ലാത്തിലേക്കും ആയതിനു ശേഷം എല്ലാത്തിലേക്കും മസാല പിടിച്ചു എന്ന് കാണുമ്പോ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് വേവേണ്ട കുറച്ച് വെള്ളം അത്രയ്ക്ക് മതി. ഇപ്പൊ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോണത്. 2 വേണ്ട, 1.5 ഗ്ലാസ് മതി.
ഇത് അത്യാവശ്യം അല്ലാതെ മിക്സ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ പാകമാണ്. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റിന്റെ വേണ്ടു ആക്ച്വലി. നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ നൊസ്റ്റുള്ളൊരു സാധനമാണ് എള്ളുണ്ടിയും കപ്പൽ മിഠായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ എള്ളുണ്ട. നമുക്കപ്പൊ കപ്പൽ മിഠായി കഴിച്ചേക്കാം. അച്ഛമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നതാ, പ്രത്യേകം പറയിപ്പിച്ച് കൊണ്ടുവന്നതാ. പണ്ടത്തെ നൊസ്റ്റടിക്കുന്നു കപ്പൽ മിഠായി. ക്യാമറാമാൻ അച്ഛമ്മനോടൊപ്പം ഇതാ പാർവതിയും കപ്പലണ്ടി തിന്നോണ്ടിരിക്കുന്നു. നോക്കിയേ, ബ്ലൂ കളറൊക്കെ ഇപ്പൊ ഓറഞ്ച് കളറായിട്ട് മാറിയിട്ടുണ്ട്. സംഭവം അത്യാവശ്യം വെന്തിട്ടുണ്ട്. നോക്കിയേ, ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട്. ഇതിന്റെ കൂടെ നല്ലൊരു വെള്ളയപ്പോ പൊറോട്ടയോ ഒക്കെ കൂടി കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്കിവിടെ വെള്ളയപ്പം ഇല്ല, അതുകൊണ്ട് പൊറോട്ടയാണ് എടുക്കാൻ പോണത്. ടെസ്റ്റർ അച്ചുമോൻ. അടിപൊളി അടിപൊളി. പറഞ്ഞ പോലെ എന്താ പറയാ, വെള്ളയപ്പോ പൊറോട്ടയോ സൂപ്പർ പൊളി. അപ്പോ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ട ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. നമ്മുടെ മിജോ സാർ ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് വരും. അമ്മച്ചി അവിടെ ഉണ്ട്, വെയിറ്റിംഗ് ആണ്. ഉണ്ണികൾക്ക് പാല് കൊടുക്കേണ്ട ടൈമായി. അപ്പൊ പാലൊക്കെ കൊടുത്ത് പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വീഡിയോസ് കാണാം. ഓക്കെ, പൊറോട്ട. ഹായ് ഗായ്സ്. ഞണ്ട് ഗൈസ്, ഞണ്ട് കറി. ഹലോ ഗൈസ്, ഞങ്ങള് പാല് കുടിക്കാൻ പോവാണ്. പാല് കുടിക്കേണ്ടത് ഈ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പാല് കുടിച്ചിട്ട് കാണാം. ബായ്. എന്റെ കുട്ടപ്പായി നല്ല ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തില. പക്ഷെ എണീപ്പിച്ച് നമ്മളിപ്പോ പാല് കൊടുക്കും. Hi guys. Mati angkara hi. Citundi. 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 Kundra kutti chundu. Kundra kutti chundu. അപ്പയുടെ അമ്മയുടെ അല്ല അപ്പയുടെയും മോന്റെയും ടൈമിങ്. ഇവിടെ അമ്മാമ്മ മോളും അമ്മാമ്മയും, ഇവിടെ അപ്പം മോനും അപ്പനും. Yes sir. Yes sir. ഗ്യാസ് കളയാൻ പെടുന്ന പാട്. അങ്ങനെ ഞങ്ങളുടെ പാലുകുടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ മിജോ സാറ് വന്നിട്ടുണ്ട്. എല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് ഞങ്ങള് ഞണ്ടുകറിയും കൂട്ടി പൊറോട്ട കഴിക്കുന്നതാണ്. അല്ലേ അല്ലേ ആദുട്ടാ? ആദുട്ടാ പൊറോട്ട എനിക്ക് വലിയ കഷ്ണം ഇല്ലേ? അത് അമ്മച്ചി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് ഗായ്സ്, എങ്ങനെയുണ്ട് എന്റെ ഞണ്ട് കറി? അടിപൊളിയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ തന്നെയല്ലേ പറയാ. അപ്പൊ ശരി, സീ യു ദെൻ.